പിതാവിനെ കുറിച്ച് അറിയാം, എന്നാൽ യേശുവിനെ കുറിച്ചും അറിയാം. പക്ഷെ പരിശുദ്ധാത്മാവ് ആരാണെന്നോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമുക്ക് ലഭിക്കാത്തവര് അനേകായിരങ്ങളും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ജനതയാണ് വിശുദ്ധ കത്തോലിക്ക സഭയിൽ ഉള്ളതെന്നുള്ള സത്യം നിങ്ങൾ അറിയണം. പ്രൈസ് ഗോഡ്. വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിന്റെ 10 വർഷം 6 മാസമായിട്ട് ചെയ്യും. ഇവിടെ വന്നവരെ എനിക്കറിയാം കുറെ പേര് ഈ OET പരീക്ഷയൊക്കെ എഴുതാൻ വേണ്ടി കുറേ പ്രാവശ്യം ട്രൈ ചെയ്തവര് ധ്യാനത്തിലൊന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു അടുത്ത പ്രാവശ്യം പോയി എഴുതി അവർ പാസ്സായി. ഇപ്പം ന്യൂസിലൻഡും UK അവർ ജീവിതത്തിൽ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ റൂഹാധ്യാനത്തിനെ അവർ ഓർമ്മിക്കുന്നൊന്നുമില്ല. പക്ഷെ കർത്താവിനെ മറക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ. ഞങ്ങളെ പറഞ്ഞാലും കുഴപ്പമില്ല, അവർ കർത്താവിനെ മറക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ. അത് മാത്രം കേട്ടാൽ മതി. നമുക്ക് അടുത്തിരിക്കുന്നവർ പറഞ്ഞാലേ നീ ആത്മാവ് നിന്റെ ആത്മീയ നേത്രങ്ങളെ തുറക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ധ്യാനമാണ് അടുത്ത മാസത്തെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ. ഇതിനു മുൻപ് ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് പിതാവിനും യേശുവും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്ക് പറയാൻ പറ്റും? അറിയില്ല. ഓക്കെ, പറയാം. യേശു ഇവിടെ ക്രിസ്തുവായി മാറ്റപ്പെടുകയാണ് അഭിഷേകം ചെയ്തതിന് ശേഷം. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുകയാണ്. ഈ അഭിഷേകം ചെയ്തപ്പോഴാണ് അവൻ മിശിഹ ആയി മാറിയത്, അഭിഷക്തനായി മാറിയത്, അഭിഷേകം ഉള്ളവനായി മാറിയത്. അതായത് യേശുവിന്റെ ശക്തിയുടെ ഉറവിടം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് പൗലോസ് ലേഖ ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തുവിലൂടെ എന്നല്ല പറയുന്നത്, ക്രിസ്തുവിലൂടെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നു ആരിലൂടെ? ക്രിസ്തുവിലൂടെ. അതായത് പൗലോസ് ലേഖയുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ആ ക്രിസ്തുവാണ് ആര്? അവന്റെ ശക്തിയുടെ ഉറവിടം. ആ ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ ക്രിസ്തുവായി മാറി, മിശിഹായി മാറി. ഈശോ മിശിഹ എന്നാണ് പറയുന്നത്. മിശിഹ ചരിത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? പണ്ട് ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഞങ്ങൾ കണ്ട ഒരു സിനിമയാണ് മിശിഹ ചരിത്രം. അപ്പോൾ മിശിഹ എന്നുള്ള വാക്കിന് അർത്ഥമൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്. യശുവ ഹമിഷിയ എന്ന് ഹെബ്രായ ഭാഷയിൽ പറയും. പ്രൈസ് ഗോഡ്. അത് പറയാൻ പറ്റുമോ? യശുവ ഹമിഷിയ, യശുവ ഹമിഷിയ, യശുവ ഹമിഷിയ, യശുവ. ദൈവത്തെ ഇവിടെ സൃഷ്ടിക്കുകയാണ്. മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ആദ്യം എന്താ ചെയ്തത്? ദൈവത്തിന്റെ സദൃശ്യത്തില് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യന്റെ സദൃശ്യത്തില് ദൈവവചനത്തെ സൃഷ്ടിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് വേഴ്സ് വൈസിയാണ്, അതായത് കറങ്ങിയാണ്. ദൈവത്തിന്റെ അതേ സദൃശ്യത്തില് മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ഒരു സത്യം ആദത്തിന് അറിയാതെ പോയി. അതുകൊണ്ട് അവൻ പാപം ചെയ്തു. എന്തായിരുന്നു പാപം ചെയ്യാനുള്ള കാരണം? നീ ദൈവത്തെ പോലെയാകും. എനിക്ക് ദൈവത്തെ പോലെ ആകണം, എനിക്ക് ദൈവത്തെ പോലെ ആകണം. എന്താണ് ദൈവത്തെ പോലെ ആകുന്നത്? കാരണം അവൻ അറിയത്തില്ലായിരുന്നു അവൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തെ പോലെയാണ്. മനസ്സിലായോ? എത്ര പേര് മനസ്സിലായി? നല്ല പിടുത്തം കിട്ടിയോ? നമുക്കെല്ലാവർക്കും അറിയാം വചനമുണ്ട്, എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനെ അഭാവമുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മനുഷ്യനായ വചനം, മനുഷ്യനായ വചനം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാകുന്നു. പിന്നെ എന്താ പറഞ്ഞത്? എൻ്റെ വചനം ജീവനും ആത്മാവുമാണ്. അപ്പോൾ വചനം നമ്മൾ സംസാരിച്ചാൽ, അത് നിങ്ങൾ എന്തൊരു വചനം സംസാരിച്ചാലും, ദൈവവചനമാണെന്നല്ല, എന്തു പറഞ്ഞാലും അതിന് ജീവനുണ്ട്, അതിന് ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നെഗറ്റീവ് പറയുമ്പോൾ സൂക്ഷിച്ചു പറയുക.
പറയണം, കാരണം അതിന് ജീവനം. നെഗറ്റീവ് പറയുമ്പോഴേ സൂക്ഷിച്ചു പറയണമെന്ന്. അതിന് ജീവനുണ്ട്, അത് ഫലിക്കും. ചിലരെ ശപിച്ചു കഴിഞ്ഞാൽ അന്നേരം ഏൽക്കും. എന്താ കാരണം? അതിന് ജീവനുണ്ട്. അത് ലൈഫ്. വചനം എന്താണ്? ആത്മാവും ജീവനുമാണ്. യേശു പറഞ്ഞു, ഇതേ മണിക്കൂറിൽ, ഇതേ നിമിഷത്തിൽ നിന്റെ വൃദ്ധ്യൻ സൗഖ്യമായിരിക്കുന്നു. നിമിഷത്തിൽ സൗഖ്യമായി. വചനം അയച്ച് അവനെ സൗഖ്യമാക്കി സങ്കീർത്തകൻ പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥന ലൈനിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങൾ വചനം അയച്ച് അവനെ സൗഖ്യമാക്കുന്നു. പ്രൈസ് ഗോഡ്. അവർ എത്രയോ മൈലുകൾക്ക് ദൂരെയായിരിക്കും. ഓസ്ട്രേലിയയിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, ലണ്ടനിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും, നമ്മുടെ നാടുകളിൽ തിരുവനന്തപുരത്തായിരിക്കാം, എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. പ്രൈസ് ഗോഡ്. ഇപ്പോൾ സ്വർഗത്തിലല്ല പരിശുദ്ധാത്മാവുള്ളത്, ഭൂമിയിലാണ്. പക്ഷേ സ്വർഗത്തിലും പരിശുദ്ധാത്മാവുണ്ട്. ആരിലൂടെ? പിതാവിലും പുത്രനിലും. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഇടയിൽ ഇന്നും വസിക്കും. മനസ്സിലായോ? മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായില്ല എന്ന് കൈവച്ച്? മനസ്സിലാകാത്തവരെന്ന് കൈവച്ച്. ഹല്ലേലൂയ. പെന്തക്കോസ്താ ദിവസത്തിൽ പൊതുവായിട്ട്, പബ്ലിക്കായിട്ട്, ഒഫീഷ്യലായിട്ട് സഭയ്ക്ക് വേണ്ടി ദൈവം തമ്പുരാൻ അയച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവ് വരണേ എന്നല്ല പറയേണ്ടത്, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. 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 കാണുവാനുള്ള യോഗ്യത ലഭിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ ദ ലാസ്റ്റ് മൂമെന്റ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിൽ നമുക്ക് അസാധ്യമായത് ഈ ഭൂമിയിൽ ഒന്നും ഇല്ല. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ്. നമ്മളെ കുറ്റം പറഞ്ഞാലും നമ്മൾ അവരെ അനുഗ്രഹിക്കുമ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം വരുന്നത്? പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുവിന്റെ സീക്രട്ട്, കർത്താവിന്റെ രഹസ്യം. അതായിരുന്നു നിന്നെ ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ നീ അവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ വചനം പ്രവർത്തിക്കാത്തവര് അവനവൻ തന്നെ എന്താ വഞ്ചിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരുണ്ട്. അതാണ് ദൈവം തമ്പുരാൻ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ജീവനുള്ള ദൈവവും. ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ സജീവ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞത്, എന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും വലിയവൻ എന്ന് പറഞ്ഞില്ലേ? എന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും പുറമേ ഉള്ളവനേക്കാളും വലിയവൻ. എന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും വലിയവൻ. എന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാളും വലിയവൻ. പേരെന്താ? മാനിക്കാൻ പോവുക. ഡൊമിനിക്ക് നിന്റെ ദൈവം മാനിക്കാൻ പോവുക മകനെ. യെസ് യെസ് യെസ്. ജീവിക്കുന്നു. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയവനാണ് ക്രിസ്തു. ക്രിസ്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാവരും ആണോ? ഉറപ്പാണ്. എന്നാ വേറൊരു കാര്യം കൂടെ പഠിപ്പിക്കുമ്പോ, നിങ്ങളെയും അവന്റെ നീതിയെയും നീ അന്വേഷിക്കുകയാണെങ്കിൽ സകലതും നിന്റെ പിന്നാലെ വരും. എന്താ വരുന്നേ? ആരോഗ്യം വരും, സമൃദ്ധി വരും, പണം വരും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എല്ലാ അനുഗ്രഹങ്ങളും എന്നെ ഒന്ന് സ്വീകരിക്കണമേ, എന്നെ ഒന്ന് സ്വീകരിക്കണമേ, എന്നെ ഒന്ന് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്നാലെ വരും. ആര്? അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. ആരെ സ്നേഹിച്ചാൽ. അതുകൊണ്ട് അവിടെ
അവന്റെ രാജ്യവും അവന്റെ നീതിയും അവനെയും നീ ആദ്യം അന്വേഷിച്ചാൽ സകലതും നിന്റെ പിന്നാലെ കടന്നു വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവസം കുമ്പസാരത്തിന്റെ സമയത്ത് നമ്മൾ അന്ന് കുമ്പസാരവും കൗൺസിലിംഗും ഒക്കെ ശനിയാഴ്ച വെള്ളിയാഴ്ച പുള്ളി ആ മാവിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് ഫിറ്റ്സ് തുടങ്ങി. പുള്ളി പാരലൈസ്ഡ് ആയി, ഇങ്ങനെ മുഖമൊക്കെ കോടി, കൈയും കാലൊക്കെ ഇങ്ങനെ സ്റ്റിഫ്നെസ്, അനങ്ങാൻ മേല, മൂവ് ചെയ്യുന്നില്ല. ഓൺ ദ സ്പോട്ടിൽ ഞാൻ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ അന്നേരം എൻ്റെ ഫെയ്ത്ത് വർക്ക് ചെയ്തു, അതായത് വിശ്വാസം ഓപ്പറേറ്റ് ചെയ്തു. ആ സ്പോട്ടിൽ തന്നെ കൈവച്ചു കഴിഞ്ഞു, അതിനെ ശാസിച്ചു. കർത്താവേ ഇവനെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചുരുണ്ടുകൂടി വട്ടത്തിലായി. അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് 1 മണിക്കൂർ നിന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, ആ രോഗിക്ക് രോഗം ശാസിച്ച് കമാൻഡ് ചെയ്യും. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പം അത് പ്രകാരം നമ്മൾ ചെയ്തു. ആ ഓൺ ദ സ്പോട്ടിൽ അവൻ്റെ കൈയൊക്കെ സ്റ്റിഫായി ഇങ്ങനെ വളഞ്ഞിരുന്നതൊക്കെ നൂർന്നു, കിറിയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ കോടിയിരുന്നതൊക്കെ നേരെയായി ലെവലാക്കി. അവിടെ നിന്ന് 2 സഹോദരിമാരെന്ന് കണ്ടു, അച്ഛന്മാരവിടെ ഉണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ടിൽ അവൻ മരിച്ചു. കണ്ണൊക്കെ മുകളിലേക്ക് തള്ളി, ശ്വാസം നിലച്ചു. ആ വ്യക്തിയെ കർത്താവ് അടുത്തോട്ട് സൗഖ്യമാക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനുശേഷം ആ പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നെന്ന് തോന്നുന്നു. പക്ഷേ അതിനുശേഷം പുള്ളിക്കാരൻ്റെ അമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സാക്ഷിയൊക്കെ പറഞ്ഞു. പിന്നെ അവരെവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. ബട്ട് എനിവേ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. ഏതു സമയത്തും പ്രതികൂലങ്ങൾ വന്നാൽ നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ അതിനെ അഭിമുഖീകരിക്കുവാനും അതിനെ ദൈവിക ശക്തി നിന്നിൽ എപ്പോഴും ദൈവം തന്നിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും. ഈ സത്യമാണ് നമ്മുടെ ദൈവം പുറത്തു വസിക്കുന്നു. മനസ്സിലായോ? ഇല്ല. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. മറ്റുള്ളവരുടെ ദൈവം, മറ്റു മതക്കാരുടെ ദൈവം അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല, പുറത്ത് വസിക്കുന്നു. He is a God of inhabitation. He will come and stay with you. നിന്റെ ഉള്ളിൽ വന്ന് അവൻ താമസം ആരംഭിക്കും. അതാണ് നമ്മുടെ ജീവനുള്ള ദൈവം. ഒരു വ്യക്തി ജീവനുണ്ട്, ഒരു വ്യക്തി ജീവനില്ല. അപ്പൊ ഞാൻ ആരോടായിരിക്കും, എങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടതെന്ന് ഞാൻ ആരോടായിരിക്കും ചോദിക്കേണ്ടത്? നിങ്ങൾ പറ. ഉറപ്പാണോ? അതാണ് നമ്മുടെ ദൈവം അവരുടെ ദൈവം എന്നുള്ള വ്യത്യാസം. സിമ്പിൾ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അവരുടെ ദൈവം നമ്മുടെ ദൈവം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്ന് ഉറക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴിയാ ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? ദൈവത്തോട്, യേശുവിനോട്. യേശുവാണ് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനോടല്ലാതെ നമുക്ക് ആരോടാ ചോദിക്കാൻ പറ്റും? ജീവനുള്ള ദൈവം ആരാ? ജീവനുള്ള വ്യക്തിയോടാണ് നമ്മൾ എപ്പോഴും വഴി ചോദിക്കുന്നത്. അത് കറക്റ്റ് ആയിരിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറയാം, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് തൊടണമേ. എന്നെ ഒന്ന് തൊടണമേ. എന്റെ ഹൃദയത്തിൽ വാസം ചെയ്യണമേ. അങ്ങയോടനുസരിച്ച് അങ്ങയുടെ വചനപ്രകാരം എനിക്ക് ജീവിക്കുവാൻ അങ്ങ് കൃപ തരണമേ. അങ്ങയുടെ കാൽപാദങ്ങളെ പിന്തുടരുവാൻ എനിക്ക് ഉപകാരങ്ങൾ തരണമേ. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഓപ്പൺ ഗ്രൗണ്ടായ മനസ്സിനെ ബന്ധിക്കുവാൻ ഒരേ ഒരു കാര്യത്തിന് പറ്റുള്ളൂ, ദൈവവചനം. മനസ്സിലായോ? എന്തുകൊണ്ടാ? ദൈവവചനം. ഓക്കെ, ദൈവവചനം നമ്മൾ ഓർമ്മയിൽ വെക്കുകയും അത് ഓർത്ത് സംസാരിക്കുകയും ചെയ്യുമ്പോൾ
സുഖല്ലേ ചേട്ടൻ? ഓക്കെ അല്ലേ? പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ഈ വചനം ഓർത്തോർത്ത് ഓർമ്മയിൽ കൊണ്ടുവരികയും അത് വചനം വായിലൂടെ ഉരുവിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കടിഞ്ഞാണ്. നമുക്ക് വേറെ ഒരു ചിന്തയും മനസ്സിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊന്തയിടുമ്പോഴേ? സന്ധ്യാപ്രാർത്ഥനയിൽ കൊന്തയില്ലാറുണ്ടോ? എത്ര പേര് കൊന്തയില്ലാറുണ്ട്?